പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നാലും ശക്തിപ്പെടുത്തണമേ. ഇടവകയുടെ അലക്സ് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ്റെ വീടാണിനി തോപ്പിൽപ്പള്ളി. വൈക്കത്തുള്ള വീട് സെക്കൻഡ് ഹോമാണ്. അപ്പോൾ ഏറെ പരമേൽപ്പിക്കുകയാണ്. എൻ്റെ വീടിനെ കുറിച്ചൊന്ന് പറയാം. വീട് വൈക്കം ഫൊറോനാപ്പള്ളിയാണ്. യൗസേപ്പ് പിതാവിൻ്റെ പള്ളിയിൽ നിന്ന് മാതാവിൻ്റെ പള്ളിയിലേക്ക് വന്നു. അത്രയൊരു സ്വാതന്ത്ര്യത്തോടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ 5 പേരാണുള്ളത്. അപ്പനും അമ്മയും റിട്ടയർഡായി. ചേച്ചിയും അനിയത്തിയും, ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞിന് ഡിസംബർ ജനുവരി സമയങ്ങളിൽ വിവാഹിതയാകും. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. ഞാൻ തന്നെ വരാൻ കാരണം അതുകൊണ്ടാണ്. തന്നെ വന്നു, തന്നെ തിരിച്ചു പോകും, അതാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞത്, അച്ഛൻ ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ അപ്പോൾ പറഞ്ഞു എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. കാരണം അച്ഛൻ എൻ്റെ ആ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം അപ്പനും അമ്മയും ഒരു ദിവസം വന്നോളും. അവർ വന്ന് വിശുദ്ധ കുർബാന കാണും. ഇവിടെ വന്ന് വിശുദ്ധ കുർബാന കാണുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ദിവസം അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈക്കത്തഷ്ടമിയുടെ തിരക്കാണ് അവിടെ. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു അപ്പോൾ ഒത്തിരി അങ്ങനെ ഒരു ദിവസം ഇവിടെ വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. വികാരിച്ചിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ, സെലസ്റ്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ, ഈ ഇടവകയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയിട്ട് എത്ര നാളാണോ ഇവിടെ ഉള്ളത് ആ കാലം അത്രയും ജീവിക്കുവാനുള്ള അനുഗ്രഹം ദൈവത്തോട് ചോദിക്കുകയാണ്. നമുക്കൊന്ന് കൈകൾ കൂപ്പാം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം. പരിശുദ്ധ അമ്മ വഴി ഇവിടെ ജീവിക്കുന്ന കാലം അത്രയും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ വികാരിച്ചിനോടും സെലസ്റ്റിനോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ, ഈ ഇടവകയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഇടവകയുടെയും മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.